സ്റ്റിയറിംഗ് നേരെ പിടിക്കും. ഇതൊന്ന് നേരെ പിടിക്കാൻ ആർക്കും വല്ലതും കൊടുക്കണം. ലെഫ്റ്റ് റൈറ്റ്. എന്റെ അമ്മേ, സാറെ അനാവശ്യമായിട്ട് സ്റ്റിയറിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കരുത്. കുഴി, ഒരു ചെറിയ കുഴി ഉണ്ട്, പേടിച്ചാൽ വലിയ കുഴി വന്നാലും എന്ത് ചെയ്യും? ആ സെക്കൻഡിലിടും. കാണത്തെ എന്താ പറിച്ചിട്ടാണ് പരിപാടിയാ. ഇതേ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഗിയർ മാറുമ്പോ ക്ലച്ച് അമർത്തണമെന്ന്. അപ്പൊ ആക്സിലേറ്ററോ? അത് പിന്നല്ലേ. ഓ, ഈ നടുവിലുള്ളതാണോ ക്ലച്ച്? എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ട് താഴോട്ട് നോക്കരുതെന്ന്. പിന്നെ ക്ലച്ച് ഏതാണെന്ന് അറിയണ്ടേ? ക്ലച്ച് നിങ്ങളെ കാലിന്റെ ലെഫ്റ്റ് ആണ് ഞാൻ പറഞ്ഞില്ലേ. ഓ, അത് ശരി. അപ്പൊ ക്ലച്ച് ഇടുമ്പോ ഗിയർ അമർത്തണം അല്ലേ? പണ്ണാൻ കട്ട. ക്ലച്ച് കുഴിച്ചിടുമ്പോ ഗിയർ വലിച്ചു എടുക്കണം. അപ്പൊ ബ്രേക്കോ? ബ്രേക്ക് ഇടുന്നതെല്ലാം കൂടി പണ്ടാൻ അടിക്കാൻ ശേഷം. ഇത്ര ബുദ്ധിയില്ലാത്തൊരു മനുഷ്യൻ എങ്ങനെ പഠിപ്പിച്ചെടുക്കാനാ? Hey guys, welcome back to our channel. So ഇന്ന് ഞാൻ സൂപ്പർ എക്സൈറ്റഡ്, സൂപ്പർ ഹാപ്പിയാണ് കേട്ടോ. ഞങ്ങൾ ഫൈനലി ഒരു ഡ്രോൺ വാങ്ങിക്കാൻ പോവാണ്. എന്നെക്കാട്ടിലും സൂപ്പർ ഹാപ്പിയാണ് ഏട്ടൻ. കാരണം ഹീ റിയലി വാണ്ടഡ് ദിസ് ഫോർ എ ലോങ് ടൈം. സോ നാളെ തൊട്ട് 3 ദിവസം ഇവിടെ ലീവാണ്. ഒരു ലോങ് വീക്കെൻഡാണ് ഇനി വരാൻ പോണത്. പൊതുവെ ഞങ്ങൾ എന്താ ചെയ്യാച്ചാൽ ഒരു അടിപൊളി ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്തിട്ട് പോവും. 3 ദിവസമൊക്കെ കിട്ടല്ലേ, ഒരു ദിവസം കൂടി അഡീഷണൽ ആഡ് ചെയ്തിട്ട് ഞങ്ങളൊരു അടിപൊളി ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്ത് പോകും. പക്ഷേ ഇപ്പോൾ 2 ദിവസമായിട്ട് കൊറോണ കേസസിൻ്റെ എണ്ണം വളരെ ഭയങ്കരമായിട്ട് സ്പൈക്ക് ചെയ്തത് കാരണം ഞങ്ങൾ വിചാരിച്ചു ഇപ്രാവശ്യം എന്തായാലും നമ്മൾ ട്രിപ്പൊന്നും പോകണ്ട, ഈ ലോങ് വീക്കെൻഡിന് നമുക്ക് വീട്ടിലിരിക്കാം. സോ 3 ദിവസമൊക്കെ നമുക്ക് അടിച്ച് പൊളിച്ച് ഡ്രോണൊക്കെ എടുത്ത് പ്രാക്ടീസൊക്കെ ചെയ്യാമെന്നൊക്കെ പ്ലാൻ ചെയ്ത് ഞങ്ങൾ ഫൈനലി ഡ്രോൺ വാങ്ങാമെന്ന് തീരുമാനിച്ചു. സോ ഞങ്ങൾ വാങ്ങാൻ പോകുന്ന ഡ്രോൺ നമ്മുടെ DJI MAVIC MINI തന്നെയാണ്. ചില സ്ഥലങ്ങളിലും കൺട്രീസിലൊക്കെ 250 ഗ്രാമിൽ മേലെയുള്ള ഡ്രോണുകൾ പറത്താൻ സമ്മതിക്കില്ല. എന്നാൽ ഈ മാവിക് മിനിയുടെ വെയിറ്റ് എത്രയാണെന്നറിയോ? 249 ഗ്രാം. സോ ഇങ്ങനെ ഒരു വെയ്റ്റിൻ്റെ ഡ്രോബാക്ക് കവർ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും DJIക്കാർ ഇങ്ങനെ ഒരു വെയിറ്റ് കുറഞ്ഞ 249 ഗ്രാമുള്ള മാവിക് മിനി ഇറക്കിയത്. ഇതൊരു മൊബൈൽ ഫോണിൻ്റെ അത്രേ ഉള്ളൂ. DJIൻ്റെ ഓസ്മോപോക്കറ്റ് ഞങ്ങൾ ഒരു 6 മാസം മുന്നേ വാങ്ങിച്ചിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത്. സോ എനിവേസ് ഞങ്ങളിത് ഓൺലൈനിൽ ഓർഡർ ചെയ്തു. നമുക്കിനി പോയിട്ട് പിക്കപ്പ് ചെയ്താൽ മാത്രം മതി. നമ്മളിത് വാങ്ങാൻ പോകുന്നത് ബെസ്റ്റ് ബൈ എന്ന് പറയുന്ന ഒരു ഇലക്ട്രോണിക് സൂപ്പർ മാർക്കറ്റിലാണ്. ഇതൊരു ചെയിനാണ്, ഓൾ ഓവർ US ഒരു ചെയിനാണ്. ഓക്കെ, ഞങ്ങൾ ഏറെക്കുറെ എല്ലാ ഗാഡ്ജറ്റ്സും അവിടെ നിന്ന് തന്നെയാണ് വാങ്ങാറ്. ബെസ്റ്റ് ബൈൻ്റെ ഉള്ളിലത്തെ വിഷ്വൽസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇവിടെ കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആക്കിയ പോലെ ഉണ്ട്. ഞങ്ങൾ പിക്കപ്പ് ചെയ്യാനാണ് വന്നതെന്ന് പറഞ്ഞപ്പോഴേക്കും അവർ പറഞ്ഞു നിങ്ങൾ ഉള്ളിൽ കയറണമെന്നില്ല, നമ്മൾ പുറത്തേക്ക് കൊണ്ടുവന്ന് തരാമെന്ന്. സോ ഞങ്ങൾ വിചാരിച്ചു ഓക്കെ ഫൈൻ, ഈ കൊറോണ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വിശദമായിട്ട് ബെസ്റ്റ് ബൈൻ്റെ ഉള്ളിൽ ഒരു വീഡിയോ ചെയ്യാം കേട്ടോ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ മാവിക് മിനീൻ്റെ അൺബോക്സിങ്ങും പിന്നെ ഞങ്ങൾ കുറച്ച് വിഷ്വൽസൊക്കെ എടുക്കുന്നുണ്ട്, അതും കൂടി ചേർന്നിട്ടുള്ളൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. സോ നിങ്ങൾ എൻജോയ് ചെയ്യുന്നു വിചാരിക്കണം. ഞാൻ കൂടുതൽ വർത്താനം പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഞങ്ങൾ മാവിക് മിനി ഫ്ലൈ കോംബോ ആണ് കേട്ടോ വാങ്ങിയത്. സോ ഈ ബോക്സ് തുറന്ന ഉടനെ ഒരു അടിപൊളി ബാഗാണുള്ളത്. പിന്നെ കോംബോ ആയതുകൊണ്ട് കൂടെ കുറേ ബോക്സസും ഉണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ താരം. നോക്കി എത്ര ഉള്ളൂ അല്ലേ, നല്ല ക്യൂട്ടായിട്ടുണ്ട്. പിന്നെ ഈ ബോക്സിനകത്ത് വരുന്നത് ഇതിൻ്റെ റിമോട്ട് കൺട്രോളറാണ്. ഇതിനെ 2-way ചാർജിങ് ഹബ് എന്നാണ് പറയണത്. കാരണം ഇത് ബാറ്ററി ചാർജ് ചെയ്യാൻ മാത്രമല്ല, നമുക്ക് പവർ ബാങ്ക് ആയിട്ടും യൂസ് ചെയ്യാം. ഇതൊക്കെ എക്സ്ട്രാ പ്രൊപ്പല്ലേഴ്സാണ്. അതാണല്ലോ ഇതിന് മെയിനായിട്ട് ആവശ്യമുള്ള സാധനം. സോ ഒന്ന് പോയാൽ ഒന്ന് വെക്കാം. ഞാൻ ഈ പാക്കറ്റ്സ് ഒന്നും പൊടിക്കാതെ വെച്ചിരിക്കണ വേറൊന്നും അല്ല കേട്ടോ. നമ്മൾ ഈ ഡ്രോണ് പറത്തി നോക്കിയിട്ട് അത് വർക്കൊന്നും ചെയ്യാതിരുന്നാൽ തിരിച്ച് കൊടുക്കാനുള്ളതല്ലേ. സോ മിസ്സാവണ്ടെന്ന് കരുതിയിട്ടാണ്. എല്ലാം കുഞ്ഞു കുഞ്ഞു സാധനങ്ങളാണ്. പിന്നെ കുറേ USB കേബിൾസൊക്കെ ഉണ്ട്, ചാർജിങ്ങിന് ആവശ്യമുള്ളത്.
പിന്നെ ഈ ഒരു കേബിള് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കേബിളാണ്. ഈ കേബിൾ വെച്ചിട്ടാണ് നമ്മൾ ഫോണിലേക്ക് റിമോട്ട് കൺട്രോളറിനെ കണക്ട് ചെയ്യണത്. അത് ടൈപ്പ് സി ഉണ്ട്, ആപ്പിൾ ഫോൺസിന് കണക്ട് ചെയ്യണതും ഉണ്ട്. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ യൂസർ മാനുവലും ബാറ്ററീസും. ബാറ്ററീസ് ഒന്നല്ല 3 എണ്ണമാണ് ഈ കോംബോയിൽ വരുന്നത്. ഇത് കഴിഞ്ഞിട്ടുള്ളതൊന്നും എൻ്റെ കയ്യിലല്ല കേട്ടോ. പിന്നെ ഏട്ടനെല്ലാം ഓരോന്നോരോന്നായി സെറ്റാക്കാൻ തുടങ്ങി. ആ ദിവസം മുഴുവൻ ഇതിൽ തന്നെയായിരുന്നു. ഇപ്പം എന്തായാലും നമുക്കിത് പരത്താൻ വിട്ടാലോ? ഈ നട്ടുച്ച നേരത്ത് ഞങ്ങൾ ഡ്രോണ് പറത്താൻ ഇറങ്ങിയിരിക്കുകയാണ്. ഇത് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഉള്ളൊരു ഗ്രൗണ്ടാണ്. Are you ready? Yeah. White lies perilous, sweet as poison, fell ill from your kiss. I got drunk off your demons, one sipping I'm love sick, built a home turned to ruins. Tell me, how are you liking it? I'm liking it good. It's surprisingly very powerful machine. Yeah. So നിങ്ങൾക്ക് ഇങ്ങനെ ടെക്നിക്കലായിട്ട് ഇതിൻ്റെ എന്തെങ്കിലും അറിയണമെങ്കിൽ ഇതേ ഇങ്ങേരോട് ചോദിച്ചോട്ടോ. എനിക്കിതിൻ്റെ ഒരു തേങ്ങ അറിയില്ല. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഫ്ലൈ അല്ലേ? സോ ഇതിന് നമുക്ക് ലൈസൻസ് എടുക്കണോ? ഇതിന് ലൈസൻസ് ആവശ്യമില്ല. ബിക്കോസ് ഇത് 250 grams അല്ല, 249 grams ആണ്. If it is anywhere more than 250 grams and if you are flying more than 400 meters above, then you need to register this drone. അതാണ് DJI മിനിയുടെ പ്രത്യേകത. They exactly made it as 249 grams and they are very proud about it. If you see 249, right? It's like challenging government. So one fine day government can say like, hey, 240 grams is the limit. I really want to see what these guys will do. സോ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അങ്ങനെ ഒരുപാട് നാളത്തെ ആഗ്രഹം പൂവണിയാണ്. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. ഇനിയുള്ള ട്രാവൽ വീഡിയോസിലൊക്കെ നമുക്ക് ഡ്രോൺ ഫുട്ടേജസ് ഒക്കെ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. അല്ലേ? എന്താ പറയാനുള്ളത്? ഓക്കെ, സോ ബൈ. അതെവിടെ ഉണ്ട് നോക്കി കാണാണ്ടല്ലേ? എവിടെയത്? നമ്മളിങ്ങനെ റോഡിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ തിരഞ്ഞെടുക്കേണ്ടി വരും. എവിടെയെന്ന്
അതാ എന്തോ ഒരു പക്ഷിയുണ്ട് എൻ്റെ കൂടെ. അതെ ഭഗവാനെ തിരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു അല്ലേ.